ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനകത്ത് ഫസ്റ്റ് ഒരു റിസൾട്ടാണ് ആദ്യം വരുന്നത്, ലെമ്മ G4. ഓക്കെ, നമുക്കിതിന് വേണ്ടുന്ന ആവശ്യമായ നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഹോമോമോർഫിസത്തിൻ്റെ സം പ്രോപ്പർട്ടീസ്, കേർണൽ എന്താണ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഹോമോമോർഫിസം എന്താണ്, ഐസോമോർഫിസം എന്താണ്, ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. അതായത് നമ്മളിവിടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്ന കാര്യം, ഇപ്പോൾ എഫ് ഫ്രം G2H, ഈ ലെമ്മയ്ക്കകത്ത് പറയുന്ന എഫ് ഫ്രം G2H എന്ന് പറയുന്നൊരു ഹോമോമോർഫിസം മീൻസ് എന്താണ്? ഹോമോമോർഫിസത്തിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എഫ് ഫ്രം G2H ഹോമോമോർഫിസം ആണെങ്കിൽ ജിയിലെ രണ്ട് എലമെൻറ്റ്സ് എക്സും വൈയും എടുത്താൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാൻ സാധിക്കണം. എഫ് ഓഫ് എക്സ് ഇൻറ്റു അല്ല, അവിടെ ആ ഓപ്പറേഷനാണ് കറസ്പോണ്ടിങ് വരിക, എച്ചിലെ ഓപ്പറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ വേറെ രണ്ട് പ്രോപ്പർട്ടീസും ഉണ്ട്. ഹോമോമോർഫിസം, ഒരു ഫംഗ്ഷൻ ഹോമോമോർഫിസം ആയിക്കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ രണ്ട് പ്രോപ്പർട്ടീസും കൂടെ ബേസിക് ആയിട്ടുള്ള അതിന് ഹോൾഡ് ചെയ്യും. എന്തൊക്കെയാണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ, ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ എഫ് ഫ്രം G2H ഹോമോമോർഫിസം ആണെങ്കിൽ ആ ഫംഗ്ഷൻ ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ എച്ചിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻവേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൂഫിലേക്ക് പോകുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക. ലെറ്റ് എഫ് ഫ്രം G2H ബി എ ഹോമോമോർഫിസം, ദെൻ എഫ് ഇസ് ആൻ ഇൻജക്ഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കേർണൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് 1. ഓക്കെ, ഇൻജക്ഷൻ മീൻസ് എന്താണ്? 1 1. ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ 1 1 ആണ്. സോ എഫ് ഫ്രം G2H എന്ന് പറഞ്ഞൊരു ഹോമോമോർഫിസം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ എഫ് 1 1 ആണെങ്കിൽ എന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. സോ എഫ് 1 1 ആണെങ്കിൽ നമ്മൾ കേർണൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ കേർണൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 ആണെങ്കിൽ തിരിച്ച് എഫ് ഇസ് ആൻ ഇൻജക്ഷൻ, എഫ് 1 1 ആണെന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, കേർണൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേർണൽ മീൻസ് എന്താണ്? കേർണലിൻ്റെ ഡെഫിനേഷൻ ഈ പ്രൂഫിന് ആദ്യം ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. കേർണൽ ഓഫ് എഫ് മീൻസ് എഫ് ഫ്രം G2H ആണ് മാപ്പിംഗ്. അങ്ങനെ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ജി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. അതായത് ജിയിലെ ഏതൊക്കെ എലമെൻസിനെയാണ് എച്ചിലെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്നത്? എച്ചിലെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്ന ജിയിലെ എലമെൻസിൻ്റെ കളക്ഷനെയാണ്, അതായത് ഇമേജ് 1 വരുന്നത്. 1 മീൻസ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. 1 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ എച്ചിൻ്റെ നൊട്ടേഷനാണ് ജസ്റ്റ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ ടെക്സ്റ്റ് ഫോളോ ചെയ്ത് പോകുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് ഗ്രൂപ്പിലെയും ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ 1 വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചില ടെക്സ്റ്റുകളിൽ ഈ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഈ ടെക്സ്റ്റിൽ 1 വെച്ചിട്ടാണ് എല്ലാ ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിന് കൊടുത്തിരിക്കുന്ന നൊട്ടേഷൻ 1 എന്നാണ്. ഓക്കെ, സോ കേർണലിൻ്റെ ഡെഫിനേഷനാണിത്. സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ജി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1. അതായത് 1ലേക്ക്, അതായത് ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ള ജിയിലെ എലമെൻസിൻ്റെ കളക്ഷനാണ് കേർണൽ ഓഫ് എഫ് എന്ന് വിളിക്കുക. ഓക്കെ, പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് ദാറ്റ് എഫ് ഇസ് ആൻ ഇൻജക്ഷൻ എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. എഫ് 1 1 ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ അങ്ങനെ ആണെങ്കിൽ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? കേർണൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, എഫ് 1 1 ആയതുകൊണ്ട് തന്നെ 1 1 മീൻസ് എന്താണ്? 1 1 രണ്ട് രീതിയിൽ, എഫ് 1 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ രണ്ട് രീതിയിൽ അതിൻ്റെ ഡെഫിനേഷൻ പറയും. എങ്ങനെ പറയും നമ്മൾ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ 1 1 ആണെന്ന് കാണിക്കാൻ പ്രൂവ് ചെയ്യുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ വേറൊരു രീതിയിലും പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ്? എക്സ് നോട്ട് ഈക്വൽ ടു വൈ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ. ഇതും എഫിൻ്റെ ഡെഫിനേഷൻ തന്നെയാണ്. എഫ് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഡെഫിനേഷനാണ്. സോ ആ ഡെഫിനേഷനാണ്, എഫ് 1 1 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ആ സെക്കൻഡ് ഞാൻ പറഞ്ഞ ഡെഫിനേഷൻ ഉപയോഗിക്കുകയാണ്. ദെൻ എക്സ് നോട്ട് ഈക്വൽ ടു 1. ദെൻ എക്സ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എഫ് 1 1 ആയതുകൊണ്ട് എനിക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 1 ആയിരിക്കും. അതായത് 1 1ൻ്റെ പ്രോപ്പർട്ടിയാണത്. എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആയിരിക്കും. സോ അതാണ് ഇവിടെ ഉപയോഗിച്ചത്. എക്സ് നോട്ട് ഈക്വൽ ടു 1 എന്ന് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 1. ഈ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? എഫ് ഓഫ് 1 ഈസ് ഓൾവേസ് 1, എപ്പോഴും 1 തന്നെയായിരിക്കും. ജസ്റ്റ് ആ താഴത്തെ പേജിലേക്ക് ഞാൻ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട് ഹോമോമോർഫിസത്തിൻ്റെ. ഒരു ഫംഗ്ഷൻ ഹോമോമോർഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1. 1 എന്ന് പറഞ്ഞാൽ ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. സോ ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ എപ്പോഴും എന്ത് ചെയ്യും? എച്ചിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യും. സോ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതേപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഒരു എലമെൻറ്റിൻ്റെ ഇൻവേഴ്സിൻ്റെ ഇമേജ്, എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ്. എക്സ് ഇൻവേഴ്സിൻ്റെ ഇമേജ് ഉണ്ട് റെഫ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. സോ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഹോൾ ഇൻവേഴ്സ് ആയിരിക്കും ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ജി. ഇത് രണ്ട് ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ ഹോമോമോർഫിസത്തിൻ്റെ ഈ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് പറയുന്നത്, ആൻഡ് എഫ് ഓഫ് 1 ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഇപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 എന്ന് കിട്ടി. എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ് എന്ന് പറയും. കാരണം കേർണൽ ഓഫ് എഫിൽ വരണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഇമേജ് 1 ആയിട്ടുള്ള എലമെൻറ്റ്സേ കേർണൽ ഓഫ് എഫിൽ വരും. ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ആണ്, അതുകൊണ്ട് തന്നെ എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ് ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? എക്സ് 1 അല്ല എന്നുണ്ടെങ്കിൽ എക്സ് കേർണൽ ഓഫ് എഫിൽ വരില്ല. സോ അങ്ങനെ ആണെങ്കിൽ 1 അല്ലാത്ത എലമെൻറ്റ്സ് ഒന്നും എന്താണ്? കേർണൽ ഓഫ് എഫിൽ വരില്ല എന്നാണ് കിട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം? ദസ് വി ഹാവ് എഫ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 ഓൾവേസ്. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഹോമോമോർഫിസം 1ൻ്റെ ഇമേജ് എപ്പോഴും എന്താണ്? 1 ആണ്. അതുകൊണ്ട് തന്നെ 1 എവിടെ കാണും? ഇമേജ് 1 ആയതുകൊണ്ട് തന്നെ കേർണൽ ഓഫ് എഫിനകത്ത് എപ്പോഴും ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയ 1 കാണും. ആൻഡ് നമ്മളിപ്പോൾ എന്ത് പ്രൂവ് ചെയ്തു? ആൻഡ് ആസ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ദെൻ എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് കേർണൽ ഓഫ് എഫ് എന്ന് കിട്ടി. ഇനി 1 അല്ല, എക്സ് 1 അല്ലെങ്കിൽ 1 അല്ലാത്ത ഒരു എലമെൻറ്റ്സും കേർണൽ ഓഫ് എഫിൽ വരില്ല എന്നും കിട്ടി. 1, അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 കേർണൽ ഓഫ് എഫിലുണ്ട്,
ഇനി 1 അല്ലാത്ത ഒരു എലമെൻറ്റും കേർണൽ ഓഫ് എഫിൽ വരത്തില്ല എന്ന് നമുക്ക് കിട്ടി. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാം, കേർണൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് 1. സോ കേർണൽ ഓഫ് എഫിനകത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ വരുള്ളൂ. സോ കേർണൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 എന്ന് കിട്ടി. ഇനി കോൺവേഴ്സ്ലി ഞാൻ സപ്പോസ് ചെയ്യാണ്, കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് കേർണൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് 1. കേർണൽ ഓഫ് എഫിൽ ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ, സെറ്റ് 1 മാത്രം, ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് സപ്പോസ് ചെയ്തു. ഇനി എഫ് 1 ആണെന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്താൽ മതി 1 ആണെന്ന് കാണിക്കാൻ. സോ സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഫോർ എക്സ് വൈ എലമെൻറ്റ് ഓഫ് ജി. ഓക്കെ, ദെൻ എനിക്ക് ഇങ്ങനെ പറയാം 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സും എവിടെയാണ് ഉള്ളത്, എച്ചിലാണുള്ളത്. എഫ് ഇസ് എ മാപ്പിംഗ് ഫ്രം ജി ടു എച്ച് ആണ്. സോ ഇത് രണ്ടും കൂടി ഒരു എലമെൻറ്റും എച്ചിലെ ഒരു എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1. ഞാൻ പറഞ്ഞു ഈ ടെക്സ്റ്റിൽ 1 എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ 1 ആണ് നൊട്ടേഷൻ കൊടുക്കുക. സോ ഈ എലമെൻറ്റും അതിൻ്റെ ഇൻവേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇനി എഫ് ഓഫ് എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഈ രണ്ടാമത്തെ എഫ് ഓഫ് എക്സിന് പകരം ഞാൻ എഫ് ഓഫ് വൈ കൊടുക്കുകയാണ്. കാരണം നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ എന്ന്. ഓക്കെ, ഇനി എഫ് ഓഫ് വൈ ദ ഹോൾ ഇൻവേഴ്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, എഫ് ഓഫ് വൈ ഇൻവേഴ്സ് എന്ന് കൊടുക്കാം ബൈ പ്രോപ്പർട്ടി ഓഫ് ഹോമോമോർഫിസം. അതാണ് ഞാനിവിടെ ബോക്സിൽ തന്നിരിക്കുന്നതിൽ സെക്കൻഡ് പ്രോപ്പർട്ടി. ഒരു എലമെൻറ്റിൻ്റെ എഫ് ഓഫ് എക്സ് ഇൻവേഴ്സിനെ എഫ് ഓഫ് എക്സ് ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതാം. സോ അതുകൊണ്ട് തന്നെ എഫ് ഓഫ് വൈ ദ ഹോൾ ഇൻവേഴ്സിനെ എനിക്ക് എഫ് ഓഫ് വൈ ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ ഇൻവേഴ്സ്, എഫ് ഹോമോമോർഫിസം ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് വൈ ഇൻവേഴ്സ്. ഹോമോമോർഫിസത്തിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ് എഫ് ഓഫ് സം എക്സ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് വൈ. സോ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഇതിനെ എനിക്ക് ഒരുമിച്ച് എഴുതാം. ഓക്കെ, സോ ഇപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്, എഫ് ഓഫ് എക്സ് വൈ 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് വൈ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ഇൻവേഴ്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇമേജ് 1 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം, ഇമേജ് 1 ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം ഇവിടെ കാണും, കേർണൽ ഓഫ് എഫിൽ കാണും. So that implies x y inverse element of kernel of f and that is equal to set 1. Kernel of f is equal to set 1 മാത്രമേ ഉള്ളൂ, ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇംപ്ലൈസ് എന്ത് വരും, കേർണൽ ഓഫ് എഫിൽ ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ 1. അങ്ങനെയാണെങ്കിൽ ഈ എലമെൻറ്റ് എന്തായിരിക്കും, എക്സ് വൈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആവണം. എക്സ് വൈ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1. സോ ഇനി ഞാൻ രണ്ട് സൈഡിലും y വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. സോ ഇൻവേഴ്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു വൈ. ഇവിടെ ഗ്രൂപ്പിൻ്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ്, വൈ ഇൻവേഴ്സും വൈയും കൂടെ അസോസിയേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് എക്സ് വൈ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എന്താണ്, വൈ തന്നെയാണ്. 1 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. ഓക്കെ, സോ വൈ ഇൻവേഴ്സും വൈയും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. സോ എക്സ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. എക്സ് ഇൻറ്റു 1 ഈസ് അഗെയിൻ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ. ഈ ഇൻറ്റു എന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതുമെങ്കിൽ അത് ആക്ച്വലി അവിടെ ഓപ്പറേഷൻ ഇൻറ്റു അല്ല, ആ ഗ്രൂപ്പിലെ ഓപ്പറേഷൻ എന്താണോ അതാണ്. ഓക്കെ, ദസ് നമുക്ക് എന്ത് കിട്ടി, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് സപ്പോസ് ചെയ്തപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി ഫോർ ഓൾ എക്സ് വൈ എലമെൻറ്റ് ഓഫ് ജി. ഹെൻസ് എഫ് ഇസ് ആൻ ഇൻജെക്ഷൻ. ഓക്കെ, ഓക്കെ, കാരണം ഓഫീസും തിയറം പ്രൂവ് ചെയ്യാൻ ഈ ലെമ്മയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ഒരു ഹോമോമോർഫിസം ജിയിൽ നിന്ന് എച്ചിലേക്കുള്ള ഒരു ഹോമോമോർഫിസമാണ് എഫ് എന്നുണ്ടെങ്കിൽ എഫ് ഇസ് 1 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്, കേർണൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് 1. നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കും പലയിടത്തും. കാരണം ഏതെങ്കിലും ഫംഗ്ഷൻ ഒരു ഹോമോമോർഫിസം എടുത്തിട്ട്, ഏതെങ്കിലും ഫംഗ്ഷൻ ഇല്ല, ഒരു ഹോമോമോർഫിസം 1 1 ആണെന്ന് കാണിക്കാൻ നമുക്ക് കേർണൽ ഓഫ് എഫിനകത്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ ഉള്ളെന്ന് കാണിച്ചാൽ മതി. സോ അങ്ങനെ നമുക്ക് പലയിടത്തും ആവശ്യം വരും. ഓക്കെ, നെക്സ്റ്റ് തിയറം നോക്കുക, തിയറം G5, ഫസ്റ്റ് ഐസോമോർഫിസം തിയറം. ഓക്കെ, ഈ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലെമ്മ G4ൻ്റെ ആവശ്യമുണ്ട്. സോ നിങ്ങൾ എക്സാമിന് വരുമ്പോൾ ഇപ്പോൾ കൂടുതൽ മാർക്കിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഐസോമോർഫിസം തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കണം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം എന്ന് ചോദിക്കാം. സോ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പഠിക്കണം. സോ കൂടുതൽ മാർക്കിനാണ് ഇത് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ലെമ്മ G4 നിങ്ങൾ പ്രൂവ് ചെയ്യണം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അത് പ്രൂവ് ചെയ്യണം. അതിനുശേഷം വേണം ഫസ്റ്റ് ഐസോമോർഫിസം തിയറം പ്രൂവ് ചെയ്യാൻ. കുറച്ചൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ജസ്റ്റ് ലെമ്മ G. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ഐസോമോർഫിസം തിയറം നോക്കാം. ഇഫ് എഫ് ഫ്രം G to H, ഓക്കെ, ഐസോമോർഫിസം തിയറം എന്നാണ്. സോ സം ഗ്രൂപ്പ്സ് ആവുന്നതാണ് ഇവിടെ പറയുന്നത്. ഇഫ് എഫ് ഫ്രം G to H is a homomorphism, then kernel of F is a normal subgroup of G and G by kernel of F is isomorphic to image of F.